ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. പിന്നെ എല്ലാവരും സേഫായിട്ട് തന്നെയാണല്ലോ അല്ലേ ഇരിക്കുന്നത്? കമൻറ്റ് ചെയ്യണേ. ഞാനിന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ്. ഇന്ന് ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡിന്നറിന് ഉണ്ടാക്കാൻ പറ്റിയ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പി കൂടിയുണ്ട്. പിന്നെ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡാണ് കേട്ടോ. ഇന്ന് ടോസ്റ്റ് ചെയ്ത ബ്രെഡും പിന്നെ കുറച്ച് നട്ട്സും സ്ട്രോബെറിയും ഗ്രീൻ ടീയും. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നത് സയാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എടുത്തൊരു ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ അന്ന് രാവിലെ പിന്നെ കുറച്ച് എണീക്കാനും വൈകിപ്പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ബ്രെഡിൽ ഒതുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെയിലുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ പിന്നെ വിചാരിച്ചു ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വെയിൽ കണ്ടപ്പോഴത്തേക്കും ഒന്ന് നിവർത്തിയിട്ടതാണ്. മഴക്കാലത്തൊക്കെ തുണികൾ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടല്ലേ, പ്രത്യേകിച്ച് ബെഡ്ഷീറ്റൊക്കെ. കുറച്ച് നേരത്തേക്ക് വെയിൽ കണ്ടപ്പോഴത്തേക്കും വേഗം ഒന്ന് നിവർത്തിയിട്ടതാണ് ബെഡ്ഷീറ്റൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ini butterfly ko kanya isma abhi blue stick blue color mana. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സിലുള്ള റൗണ്ടിലുള്ള ഒരേ കളേഴ്സിലുള്ള സ്റ്റിക്കറാണ്. അത് നമ്മളിതാ ആ ഒരു ബോർഡ് കണ്ടോ ജയൻ്റെ കയ്യിലുള്ള, അങ്ങനെ ബട്ടർഫ്ലൈ ഉണ്ടാവും, പിന്നെ കാറ്റർപില്ലർ, പിന്നെ ലയൺ, അങ്ങനെ ഓരോന്നുണ്ടാവും. അതിൽ നമ്മൾ ഓരോ കളേഴ്സിലുള്ള സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ജയനിങ്ങനെ സമയമൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവനെ കൊണ്ട് അത് ചെയ്യിക്കണം കേട്ടോ. green പിന്നെ പുതിയ ഒരു സാധനം കിട്ടുമ്പോൾ കുറച്ച് നേരം അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ. അപ്പോൾ പിന്നെ കുറച്ച് നേരം പിന്നെ അങ്ങനെ ഇരുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ് കേട്ടോ. छोटा पिंक होता है, छोटा पिंक, स्मॉल पिंक वाला ना. ये ब्लू वो करेक्ट फोन में लगाना क्या? सीधा वाली ना, सीधा लगा. ओके गुड गुड गुड. अभी ग्रीन ग्रीन ये ग्रीन स्मॉल स्मॉल. അങ്ങനെ ഇതാണ് കേട്ടോ സയനെ കൊണ്ട് ചെയ്യിച്ചത്. അങ്ങനെ 2 ബോർഡിലാണ് ചെയ്യിപ്പിച്ചത്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ചിക്കൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ലെഗ് പീസ് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ലപോലെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട്
കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാനിവിടെ ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ സയാൻ ഇവിടെ കളിക്കുന്നുണ്ട്. TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഈച്ചയുടെ ശല്യം ഇപ്പോഴും ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈച്ച വരും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം അങ്ങനെ ബാൽക്കണി തുറക്കാറില്ല. പിന്നെ നല്ല മഴയാണല്ലോ, അപ്പോൾ ചില സമയത്ത് ഭയങ്കര മഴ വെച്ചാലും TV-യുടെ സൗണ്ട് കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് അടച്ചിടും. സൈന ഉറങ്ങി എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ സൈനൊന്ന് ഫ്രഷൊക്കെ ആക്കിയതിന് ശേഷമാണ് കളിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇന്ന് വിചാരിച്ചു രാവിലെ കുക്കിംഗ് ചെയ്യണമെന്നൊന്നും കാണിക്കേണ്ട, വെറുതെ വ്ളോഗ് മാത്രമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ വീഡിയോ എടുത്തത്. ഒരുപാട് പേർക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ടാ, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിന്. A for Apple. B for No. C for Cat. D for Dog. good boy. E for Egg. good. ജസ്റ്റ് ഇങ്ങനെ മഴക്കാരൊക്കെ വെച്ച് വരുന്നുണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ബെഡ്ഷീറ്റ് എടുത്തേക്കാന്ന്. ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഏകദേശം നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസമായി ഇതിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടി. ഇത് സയാന് ഒരു ദിവസം വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. ഫ്ലാഷ് കാർഡ്സ് ആണ്. Ostrich, Ostrich. Cow. squirrel, what is this? Bus. Bus. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ഒരുപാട് ആനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ ഒരുപാടുള്ള കുറച്ച് കാർഡ്സാണ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുതരും എന്തൊക്കെയാണെന്നുള്ളത്. ബ്ലൂ ബ്ലൂ കളർ. പിന്നെ ലഞ്ചിനുള്ളതൊക്കെ രാവിലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഓഫീസിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇന്ന് ചോറ്, പിന്നെ സാമ്പാർ, പിന്നെന്താണ് ഉണക്കച്ചെമ്മീൻ, ഇതായിരുന്നു ഇന്നത്തെ ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ സയാനെ ഞാൻ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്.
പിന്നെ അതാ പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ. സാമ്പാർ ശരിക്കും ഇന്നലെ വെച്ചതായിരുന്നു, ഇന്നലെ ലഞ്ചിന് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇന്നലെ ഒരു നേരമല്ലേ കഴിച്ചുള്ളൂ, അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെയും ബാക്കിയായെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇന്നലെ ലഞ്ചിനും അതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. സയാൻ കണ്ടോ, സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും കേട്ടോ. ആ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇടുന്നത്. അങ്ങനെ എന്നിട്ട് സ്പൈഡർമാൻ കാണിക്കുന്ന പോലെ കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിക്കും കേട്ടോ. ടി വിയിൽ ഇങ്ങനെ സ്പൈഡർമാൻ്റെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വൈകുന്നേരം ഇപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ തുണികൾ വിരിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു ഈവനിങ് ആയപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി അരി ഒന്ന് അളന്ന് വെക്കാനുണ്ട്. പിന്നെ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. ഇനി മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ക്രിസ്പാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കാനുള്ള പ്ലാനൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അരി നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അരി കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒന്ന് അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇനി സവാള, തക്കാളി എല്ലാം അരിഞ്ഞ് വെക്കാനുണ്ട്. ചിക്കൻ ഒരു സൈഡായപ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഏകദേശമായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം, പട്ട, കറിയാമ്പൂ, ഏലക്ക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ടുള്ള സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഇതിലേക്ക് ഒരു പച്ചമുളകാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചതച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇങ്ങനെ നെടുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഒരു 2-3 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് അതിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെയും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. മസാലപ്പൊടികളൊക്കെ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനെടുത്തിട്ടുള്ള മുളക് പൊടി നല്ല പോലെ എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് മസാലപ്പൊടികളിലൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ചൂടുവെള്ളം ഞാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും. പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, അതും ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ആ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ മിക്സ് ആവുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 4-5 മിനിറ്റോ ഇന്നിങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ നീരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഉപ്പ് പോരാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി വേവുന്ന സമയം വരെ ഇതൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അധികം പണിയൊന്നുമില്ല. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഉണ്ടല്ലോ, ഗീ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ദമ്മിന് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷം ഡിന്നറും നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ സ്നാക്സ് കഴിഞ്ഞ് പിന്നെ ഡിന്നർ കഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് വൈകി പോകുമല്ലോ, അതുകൊണ്ട് നേരത്തെ ഡിന്നർ കഴിക്കാറുണ്ട്. സാലഡിന് വേണ്ടിയിട്ട് പിന്നെ സവാള, ക്യാരറ്റും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തൈരിൻ്റെ സാലഡ് ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ തൈര് വെച്ചിട്ടുള്ള സാലഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ബിരിയാണിയുടെ കൂടെ എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോയുമായിട്ടോ റെസിപ്പിയുമായിട്ടോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.